ആഗമനകാലം ഡിസംബർ 18. തിരുവചനം: അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാന വിധേയാക്കുവാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. മത്തായിയുടെ സുവിശേഷം 1:19. ഇന്നത്തെ സുവിശേഷത്തിൽ യൗസേപ്പും മറിയവും തമ്മിൽ വിവാഹ നിശ്ചയം ചെയ്തിരുന്നു എങ്കിലും അവർ സഹവസിക്കുന്നതിന് മുമ്പ് മറിയം ഗർഭിണിയായി കാണപ്പെട്ടു എന്നും മാലാഖയുടെ സന്ദേശം സ്വീകരിച്ച യൗസേപ്പ് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചിരുന്നതുപോലെ പ്രവർത്തിച്ചു തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു എന്നും നാം കാണുകയാണ്. ഇവിടെ യൗസേപ്പിൻ്റെ തീരുമാനം പെട്ടെന്നാണ്. മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ഇടപെടലിലൂടെയാണ് എന്ന് യൗസേപ്പ് വിശ്വസിച്ചു. തന്നിലുള്ള പ്രത്യേക ദൈവ പദ്ധതിയിൽ യൗസേപ്പ് പിതാവ് വിശ്വസിക്കുകയാണ്. ഇതിന് പിന്നിൽ സുവിശേഷത്തിൽ നാം വായിക്കുന്ന ഏക കാരണം യൗസേപ്പ് നീതിമാനായിരുന്നു എന്നതാണ്. യഹൂദ പാരമ്പര്യത്തിൽ നീതിമാനുള്ള പ്രത്യേകതകളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നിയമഗ്രന്ഥത്തോടുള്ള വിശ്വസ്തത, ദൈവഭയം, എല്ലാ പുണ്യങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വിശുദ്ധ ജീവിതം എന്നിവയാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതം എല്ലാ പുണ്യങ്ങളുടെയും നിലവറയായിരുന്നു. മറിയത്തെ അപമാനവിധേയ ആക്കാതെ രഹസ്യമായി ഉപേക്ഷിക്കുവാനുള്ള തീരുമാനം യൗസേപ്പ് പിതാവിൻ്റെ ഹൃദയം എത്രമാത്രം കരുണാർദ്രമാണെന്ന് വ്യക്തമാക്കുകയാണ്. ഈ വേളയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ യൗസേപ്പ് പിതാവിന് ദൈവപദ്ധതിയിലുണ്ടായിരുന്ന വിശ്വാസവും യൗസേപ്പ് പിതാവിനുണ്ടായിരുന്ന കരുണയുള്ള ഹൃദയവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.